നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മകന്റെ പട്ടടയ്ക്ക് നീ തീ കൊളുത്തല്ല. അയ്യോ, അതിനുള്ള അർഹത നിനക്കില്ല. യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദാസ് ഒടുവി കുറ്റബോധത്തെ കെട്ടിത്തൂങ്ങി ചത്തു. ജയറാമിനെ കൊന്നതിന്റെ കുറ്റബോധത്താൽ ബ്ലേഡ് ബാബു ജയിലിനുള്ളിൽ കെട്ടിത്തൂങ്ങി ചത്തു. ആ കാര്യം പോലീസുകാർ ഭംഗിയായിട്ട് ചെയ്തോളും. അതേ മേഡം, വേണ്ട. മരണം നടന്ന വീടാ, അഭിനയിച്ച് നിൽക്കണം. തന്നെയല്ല, മാഡം ഇവിടെ ഇങ്ങനെ നിൽക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. ആൾക്കാർക്ക് പല സംശയവും ഉണ്ടാവും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്നത് പോലെ ചത്തത് ജയരാമനെങ്കിൽ കൊന്നത് ഇന്ദ്രജിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാ നിയമ സംവിധാനങ്ങളും ഉണ്ടല്ലോ. അവര് തെളിയിക്കുന്നെങ്കിൽ തെളിയിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്ക. അല്ല മേഡം, പബ്ലിക്കിനെ കൊണ്ട് അതും ഇതും പറയിക്കാൻ ഇടവരുത്തണ്ട. എന്ത് പബ്ലിക്? പോവാൻ പറ. വികാര സംഘടനകൾ ഉടനീളമുള്ള ഒരു കലാസൃഷ്ടി കാണുമ്പോ അതിന്റെ ക്ലൈമാക്സ് കൂടി കാണണം. ചത്തവനെ കത്തിക്കുന്ന ആ സീൻ കൂടി കണ്ടിട്ട് ഇന്ദ്രജ് എവിടുന്ന് പോകും. അങ്ങനെ ശത്രുപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു എതിരാളിയെ വീഴ്ത്തി. അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ലെങ്കിലും എന്റെ പ്രതികാരം തൽക്കാലം ഒന്ന് കെട്ടടങ്ങി. ഇനി അങ്ങനെ ഓരോന്നോരോന്നായി ചെമ്പകമംഗലത്ത് വീഴണം. ഒടുവിൽ ഒരു കാറ്റിൽ ആ തറവാടും നിലം പതിക്കണം. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ? ആ ജയറാമിന്റെ ശവസംസ്കാരത്തിന് പോണ്ടേ? അയാളും കുറേയേറെ എന്നെ ഉപദ്രവിച്ചതാ. അവന്റെ പട്ടടയ്ക്ക് തീ കൊളുത്തുന്നതും ആ പട്ടടയിൽ കിടന്ന് അവന്റെ നെഞ്ചും കൂടി പൊട്ടിച്ചെതറുന്നതും എനിക്കൊന്ന് കാണണം. ഒരു 3 പെഗിന്റെ ലഹരിയില് എനിക്കും അതൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അവരുടെ വായിലേക്ക് കയറി കൊടുക്കണ്ട. ഒരുപക്ഷെ ഈ ഉടവാളിന്റെ കാര്യം പുറത്തായാലോ? ആ, ശരിയാ നീ പറഞ്ഞത്. എങ്കി വേണ്ട. പോരെങ്കിലേ ഈ സമയത്ത് എല്ലാവർക്കും നമ്മളോട് പക കൂടും. ഇങ്ങനെ തൊള്ള പൊളിച്ച് കീറാതെ വച്ചേ. ഇതിന് കരയണമെന്ന് ഒറ്റ ലക്ഷ്യമുള്ളൂ. ഇത് വേളിയിലിരിക്കുന്ന പാമ്പാണ് കേട്ടോ. ഇതിനെ ചുമന്നുകൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. മാറണം. ഒരു സ്വസ്ഥതയും തരില്ല. ഉറങ്ങു കൊച്ചേ. ഓ ഓ ഓ ഓ ഒന്ന് ഉറങ്ങു വച്ചേ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. ഓ ഓ ഓ ഓ ഓ നിങ്ങളും നിങ്ങളുടെ വളർത്തുമക്കളായ മരുമക്കളും ഹൃദയം പൊട്ടി കരയണം. അത് കാണാനാണല്ലോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ചേട്ടാ, പട്ടടയ്ക്ക് വലം വെക്കണം. മോളും പുറകെ നടന്നോളൂ.
ഇനി ആ കുടം പുറയിലേക്ക് ചരിച്ചിട്ടുള്ളൂ. അച്ഛന്റെ ചിതയ്ക്ക് മോൾ ആദ്യം തീ കൊളുത്തണം, പിന്നെ കാർത്തിക് സാർ. തൊട്ടുപോവരുത്. ഇനി ഇവര് തമ്മിൽ ഒരു അടിപിടി, അതാണ് ക്ലൈമാക്സ്. എന്റെ മകന്റെ പട്ടടയ്ക്ക് നീ തീ കൊളുത്തല്ല. അയ്യോ, അതിനുള്ള അർഹത നിനക്കില്ല. എന്റെ മകനെ കൊന്നത് നീയാ, നീ ഒറ്റ ഒരുക്കിയാ. രാജലക്ഷ്മി. അതെ, രാജലക്ഷ്മി തന്നെയാ. എന്റെ പൊന്നു മകൻ മരിക്കാൻ കാരണക്കാരി ഇവളാ. അമ്മേ, കാരണം ഇവളെയാണ് ഞാൻ ഈ ചെമ്പകമംഗലത്തിന്റെ നിധിയായി ഉടവാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. ആ ഉടവാള് നഷ്ടപ്പെട്ടതോടെയാണ് എന്റെ മകന്റെ ജീവനം നഷ്ടപ്പെട്ടത്. കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞു പോകുന്ന പോക്ക് കണ്ടോ? ഇതൊടുവിൽ എന്റെ വഴിക്ക് തന്നെ വരും. നിന്റെ അച്ഛനെ കൊന്നത് നീ തന്നെയാ. അയ്യോ, ഞാനല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.